നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫ്ഫാന് മാതാവ് ഷെമിയോടും കടുത്ത പകയുണ്ടായിരുന്നതായാണ് പോലീസിന്റെ ഏറ്റവും ഒടുവിലെ നിഗമനം വരുന്നത്. ഓരോ ദിവസവും പോലീസിന്റെ നിഗമനങ്ങൾ ചെയ്തു നിൽക്കുന്നത് അഫ്ഫാൻ ഇത്രയും നാൾ ഈ 23 വയസ്സുകാരനായ അഫ്ഫാൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പകയുടെ ആഴമായിരുന്നു. ഒന്നും രണ്ടും പേരോടല്ല, സ്വന്തം അമ്മയോടും അനുജനോടും സ്നേഹിച്ച പെണ്ണിനോടും മാമായോടും മാമന്റെ ഭാര്യയോടും മുത്തശ്ശിയോടും ഒക്കെ പക സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. കയ്യിൽ റഹീമിന് കിട്ടിയിരുന്നില്ല, സ്വന്തം അച്ഛന്റെ കയ്യിൽ കിട്ടിയില്ല, അല്ലെങ്കിൽ ആദ്യം തട്ടുന്നത് അദ്ദേഹത്തിനെ ആയിരിക്കും. സത്യത്തിൽ ഇപ്പോൾ ഈ അഫ്ഫാനെ കാരണം പെട്ടിരിക്കുന്നത് പോലീസാണ്. പോലീസിന്റെ ഒന്നു കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അഫ്ഫാൻ കാട്ടിക്കൂട്ടുന്ന നാടകങ്ങൾ, സംഭവ വികാസങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞറിയിക്കാൻ പോലും കഴിയാത്തതാണ്. കഴിഞ്ഞ ദിവസമാണ് അഫ്ഫാന്റെ സെല്ലിന് മുന്നിൽ കാവൽ നിന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തലകറങ്ങി വീണത്. അതിന് പിന്നാലെ തന്നെ അത് ഒരു പ്ലാനായി കണ്ടുകൊണ്ട് ഈ കസ്റ്റഡിയിൽ ഇരുന്ന അഫ്ഫാൻ തെളിവെടുപ്പിന് മുൻപായി തലകറങ്ങി വീണ് അഭിനയിക്കുകയായിരുന്നു. ഞാൻ ചാകും സാറേ എന്ന് പറയാൻ തുടങ്ങിയിട്ട് നാളുകളായി. എന്നാൽ പിന്നെ നീ പോയി ചത്തൂടെ എന്നായി സമൂഹ മാധ്യമങ്ങളിലെ കമന്റുകൾ. കാരണം 23 വയസ്സ് എന്നുള്ളത് മാത്രമല്ല, അഫ്ഫാനോട് ഒരു ദയ തോന്നിക്കുന്ന ഒരു തരത്തിലുള്ള കാരണങ്ങളും ഈ ഒരു കൊലപാതകങ്ങളിൽ ഇല്ല എന്നുള്ളതാണ്. ഈ അഫ്ഫാനെ ചുമന്ന സത്യത്തിൽ പോലീസ് മടക്കാനുള്ള പ്രധാന കാരണവും ഈ അഫ്ഫാന്റെ ആത്മഹത്യ, തുടർച്ചയായിട്ടുള്ള ഈ ആത്മഹത്യാ ഭീഷണി തന്നെയാണ്. അഫ്ഫാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു കൈലിയാണ് ഉടുത്തുകൊണ്ട് നടന്നിരുന്നത്. പക്ഷേ ഈ കൈലി പോലീസ് ഉരിഞ്ഞു വാങ്ങി ട്രൗസർ ഇട്ട് കൊടുക്കുകയായിരുന്നു അഫ്ഫാൻ. കാരണം കൈലിയിൽ ഒരുപക്ഷെ അഫ്ഫാൻ തൂങ്ങിയാടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരുപക്ഷെ സ്വന്തമായി ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ പോലും ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണി മുഴക്കാനെങ്കിലും അഫ്ഫാൻ ഇത് ഉപയോഗിക്കും. കാരണം അഫ്ഫാന്റെ ബുദ്ധിയൊന്നും ഒരു 23-കാരൻ സാധാരണ ചിന്തിക്കുന്ന ബുദ്ധിയൊന്നുമല്ല. ഫോണിൽ ഇതിനെക്കുറിച്ച് തിരഞ്ഞിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടില്ല. പക്ഷെ അഫ്ഫാന്റെ ബുദ്ധിയിൽ തോന്നുന്ന ഓരോ സംഭവ വികാസങ്ങളും ഒരു 23 വയസ്സുകാരന്റെ ബുദ്ധിയിൽ തോന്നേണ്ട ഒന്നല്ല. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അഫ്ഫാൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയോടും കടുത്ത പകയായിരുന്നു എന്നുള്ളത്. മാത്രമല്ല, നിലവിലെ സാഹചര്യത്തിൽ അഫ്ഫാന്റെ ഇളയ സഹോദരൻ ഇയാളെ കൊല്ലുന്ന സമയത്ത്, ഈ ഇളയ സഹോദരനെ കൊല്ലുന്ന സമയത്ത് ഇക്ക എന്ന് മാത്രമായിരുന്നു വിളിച്ചിരുന്നത്. ആ ഒരു ശബ്ദം പോലും അഫ്ഫാനെ ഒരു കാരണവശാലും പിന്നോട്ട് ആക്കുന്നില്ല. കാരണം ആ അടിയുടെ, ആ ചുറ്റിയെ കൊണ്ട് തലയ്ക്കടിച്ചതിന്റെ ആ ആഘാതം എത്രത്തോളം ഫോഴ്സ് ഉപയോഗിച്ചാണ് അടിച്ചത് എന്നുള്ളതിന്റെ തെളിവാണ് ആ ഇളയ കുഞ്ഞിന്റെ കണ്ണ് തെറിച്ച് അകത്തോട്ട് കയറി പോകാൻ സാധ്യതയായത്. എന്തായാലും അതിലേക്കൊന്നും വീണ്ടും പോകുന്നില്ല. കാരണം നമ്മുടെ രക്തം മരവിപ്പിച്ച വാർത്തകൾ തന്നെയായിരുന്നു അത്. എന്തായാലും ഏറ്റവും ഒടുവിൽ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കുടുംബത്തിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടാൻ കാരണം ഷെമിയുടെ സാമ്പത്തിക ഇടപാടുകളാണ് എന്നും അതാണ് തനിക്ക് ഈ ഗതി വന്നത് എന്നുമാണ് അഫ്ഫാൻ പറയുന്നത്. സാമ്പത്തിക ഇടപാടുകളാണെന്നും കടക്കാരുടെ ശല്യം കാരണം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു എന്നും അഫ്ഫാൻ പോലീസിനോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച് കൊലപാതകങ്ങൾ നടന്ന ദിവസം രാവിലെയും ഷെമിയുമായി തർക്കമുണ്ടായി. അഫ്ഫാന്റെ ആർഭാട ജീവിതം കാരണമാണ് കുടുംബത്തിന് ഈ അവസ്ഥ വന്നത് എന്ന് ഷെമി പറഞ്ഞതും പക ഇരട്ടിയാക്കി. കടക്കാരെ ആക്രമിക്കാൻ മുളക് പൊടി എല്ലായ്പ്പോഴും കരുതിയിരുന്നു അഫ്ഫാൻ. കൊലപാതകങ്ങൾ നടന്ന ദിവസം കടക്കാർ വീട്ടിൽ പണം ചോദിച്ചു വന്നാൽ അപായപ്പെടുത്താൻ അഫ്ഫാൻ മുളക് പൊടി വാങ്ങി സൂക്ഷിച്ചിരുന്നു. 5 കൊലപാതകവും നടത്തിയ ശേഷം ഗ്യാസ് തുറന്നു വിട്ടത് ആ വീട്ടിൽ പിതാവ് റഹീം ഉൾപ്പെടെ ആരും താമസിക്കേണ്ട എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഗ്യാസ് തുറന്നു വിട്ട ശേഷം തനിയെ വീട് കത്തുമെന്ന് കരുതിയാണ് വീട് പൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. പല വീടുകളിലായി തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയവരുടെ വിവരം പുറം ലോകത്തെ അറിയിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. ഈ സമയം കടയിൽ നിന്ന് 20 രൂപ കൊടുത്തു വാങ്ങിയ എലിവിഷവും അഫ്ഫാൻ കഴിച്ചിരുന്നു. തങ്ങളെല്ലാവരും മരിച്ചാൽ ഒറ്റയ്ക്കായി പോകുമെന്നതിനാലാണ് സഹോദരൻ അഫ്ഫാനെ തലക്കടിച്ചു കൊന്നത് എന്നും അതിൽ തന്നെ ഈ കുറ്റബോധമൊന്നും ഇല്ലെന്നും അഫ്ഫാൻ പോലീസിനോട് പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ പണയം വെച്ച മാല തിരികെ ചോദിച്ചതിനാലാണ് സുഹൃത്ത് ഫർസാനയോടും ദേഷ്യമുണ്ടായിരുന്നത്. അതിനാലാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയത്. പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ ശേഷം സ്വർണമാല കൈക്കലാക്കി ഈ മാല പണയം വെച്ച് 75,000 രൂപ വാങ്ങിയ ശേഷം കല്ലറയിലെ ATM മെഷീൻ ഉപയോഗിച്ച് 45,000 രൂപ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് ഈ പണം രാവിലെ വിളിച്ച് ശല്യപ്പെടുത്തിയ 4 കടക്കാർക്ക് അയച്ചു കൊടുത്തു. അഫ്ഫാനെ ഇന്ന് വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. രാവിലെ 11 നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കുന്ന പ്രതിയെ കിളിമാനൂർ SHO B. ജയന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കസ്റ്റഡിയിൽ വാങ്ങുക. അഫ്ഫാൻ കൊലപ്പെടുത്തിയ പിതൃ സഹോദരൻ പുല്ലമ്പാറ SN പുരം ജസ്ല മൻസിലിൽ അബ്ദുൾ ലത്തീഫ്, അദ്ദേഹത്തിന്റെ ഭാര്യ സജിദ ബീവി എന്നിവരുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ കേസിന്റെ അന്വേഷണ ചുമതല കിളിമാനൂർ SHOയ്ക്കാണ്. അഫ്ഫാനെ സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും. തുടർന്ന് ഇന്ന് വൈകിട്ടോടെയോ നാളെ രാവിലെയോ SN പുരത്തെത്തിച്ച് തെളിവെടുക്കും.
അഫ്വാന്റെ പിതാവ് അബ്ദുൾ റഹീം വിദേശത്ത് കുടുങ്ങിയതിനെ തുടർന്ന് വീട്ടിലെ ആവശ്യങ്ങൾക്ക് കുടുംബം ലത്തീഫിനെയാണ് ആശ്രയിച്ചിരുന്നത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായപ്പോൾ കൂടുതൽ ബാധ്യതകളിലേക്ക് പോകരുത് എന്ന് അഫ്വാനെ ലത്തീഫ് നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഇത് തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് അഫ്വാൻ പലതവണ മാതാവ് ഷെമിയോട് പറഞ്ഞുവെന്നാണ് പോലീസിനുള്ള വിവരം. സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ലത്തീഫ് സഹായിച്ചില്ല എന്ന പരാതി അഫ്വാൻ ഉണ്ടായിരുന്നു. പെൺ സുഹൃത്തുമായുള്ള വിവാഹത്തെ എതിർത്തതും പരിഹസിച്ചതും അഫ്വാന് ലത്തീഫിനോടുള്ള വൈരാഗ്യത്തിന് കാരണമായി. സംഭവ ദിവസം SN പുരത്തെ വീട്ടിലെത്തിയ അഫ്വാൻ വാക്കുതർക്കത്തിനൊടുവിൽ ലത്തീഫിനെ ചുറ്റിയുകൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നു. അടുക്കളയിലായിരുന്ന സജുദയെ പിന്നാലെ കൊലപ്പെടുത്തി. SN പുരത്തോടുള്ള വഴിയിലെ CCTV ദൃശ്യങ്ങൾ, ശാസ്ത്രീയ സാഹചര്യങ്ങൾ തെളിവുകളും അഫ്വാന്റെ മൊഴിയും കൂട്ടിയിണക്കിയാവും പോലീസ് അന്വേഷണം നടത്തുക. എന്തായാലും ഒരുപക്ഷെ ഈ CCTV ദൃശ്യങ്ങളിലൊന്നും തന്നെ വേണ്ട തെളിവുകൾ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അഫ്വാൻ സ്വയം പറഞ്ഞിട്ടുണ്ട് താൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ ഇനി അഫ്വാൻ കൂറുമാറുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാലുമാറുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഷെമി ഇതിനെക്കുറിച്ചൊന്നും തന്നെ വ്യക്തമാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു കേസ് നിർണായകമായ വഴിത്തിരിവിലേക്ക്, അല്ലെങ്കിൽ നിർണായകമായ വഴിത്തിരിവിൽ വെച്ച് തന്നെ അവസാനിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും ഷെമി തന്റെ ഇളയ മകന് സംഭവിച്ച സത്യം എന്താണെന്ന് അറിയാൻ പോവുകയാണ്. അതായത് തുറന്ന് പറയേണ്ടതുണ്ട് എന്നാണ് മനസ്സിലായി. ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഷെമി വീണ്ടും ഈ കള്ളത്തരം ആവർത്തിക്കുകയാണെങ്കിൽ തന്റെ മൂത്ത മകൻ, തനിക്ക് എത്രയും വേണ്ടപ്പെട്ട മൂത്ത മകൻ ഈ ലോകത്തോട് ചെയ്ത, തന്റെ കുടുംബത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ടവരോട് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. കാരണം ഇപ്പോഴിതാ മൂന്നാമത്തെ ആഴ്ചയായിരിക്കുകയാണ്. ഇതുപോലൊരു തിങ്കളാഴ്ച 11 മണിയോടുകൂടിയാണ് അഫ്വാൻ മുത്തശ്ശിയെ കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം വീണ്ടും അമ്മയുമായി എത്തുന്നു. അങ്ങനെ അനവധി കാര്യങ്ങൾ നടക്കുന്നത് ഒരു തിങ്കളാഴ്ചയാണ്. ഇന്നിപ്പോൾ ഇതാ ഇരട്ട കൊലപാതകം നടന്ന ഇടത്തേക്ക് തെളിവെടുപ്പിനായി എത്തുന്നുണ്ട്. എന്തായാലും ഈ അഫ്വാൻ മുളക് പൊടി കരുതിയിരുന്നു. സത്യത്തിൽ ആ വീട്ടിലേക്ക് അന്ന് കടം ചോദിച്ച് പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ഒന്നും തന്നെ ആരും ചെല്ലാതിരുന്നത് ആ കടക്കാരുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ഒരു സഹായത്തിന് ഒരു ആവശ്യത്തിന് അവർ സഹായിച്ചു. പക്ഷേ പണം തിരിച്ചു ചോദിക്കുമ്പോൾ ജീവൻ പോലും നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം ആ വീട്ടിലേക്ക് പോരുന്നുവെങ്കിൽ, അഫ്വാൻ ആ വീട്ടിലുള്ള സമയത്താണ് പോരുന്നുവെങ്കിൽ ഒരുപക്ഷെ പണം തരാൻ അകത്ത് കയറി ഇരിക്കുമെന്ന് പറഞ്ഞൊരു പക്ഷേ ആ പണം ചോദിച്ചു ചെല്ലുന്ന ആളെയും കൊല്ലാൻ പോലും മടിക്കാത്ത സാഹചര്യമാണുള്ളത്. മുഖത്ത് മുളക് പൊടി തേച്ച്, അല്ല മുഖത്ത് മുളക് പൊടി വിതറി പിന്നെ തലയ്ക്കടിച്ചു വീഴ്ത്താനും അഫ്വാൻ ഒരു മടിയും ഇല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും നിലവിൽ ഇതെല്ലാം അഫ്വാനുമായുള്ള തെളിവെടുപ്പ് സജീവമായി തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മറ്റ് 2 ഇടങ്ങളിൽ കൂടി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. SN പുരത്ത് എത്തേണ്ടതുണ്ട്. നിർണായക തെളിവുകൾ ലഭിച്ചതിന് ശേഷം മാത്രമേ അഫ്വാനെ സത്യത്തിൽ ഇനി അഫ്വാൻ പുറം ലോകം കാണാത്ത വിധം പൂട്ടാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം.